അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമും ഈമാനും നൽകട്ടെ. നമ്മുടെ ഇൽമു അന്ത്യനാൾ വരെ ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അനന്തരാവകാശികളിൽ നിന്ന് മയ്യിത്തിൻ്റെ സ്വത്തിൻ്റെ 1/6 വിഹിതം ലഭിക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ് ഇനി പറയുന്നത്. 7 ആളുകൾക്ക് 1/6 അവകാശം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ആളുകളാണ് കുറേ. ഒന്ന് ലിയാബിന് വാപ്പാക്ക് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ജദ്ദീൻ പിതാമഹനും പിതാവിൻ്റെ പിതാവിനും ജദ് പറഞ്ഞതാണ്. എപ്പോഴാണ് വാപ്പാക്കും വല്ലിപ്പാക്കും 1/6 കിട്ടുക? മയ്യത്തിൻ്റെ ഒരാൾ മരിച്ചാൽ വാപ്പാക്കോ അല്ലെങ്കിൽ വാപ്പുണ്ടെങ്കിൽ പിന്നെ വാപ്പാൻ്റെ വാപ്പാ കിട്ടൂല. ലി മയ്യത്തിഹിമാ ഫറഉൻ വാരിസുൻ, മയ്യത്തിന് സന്താനങ്ങളുണ്ടാകുമ്പോൾ, മരിച്ച മയ്യത്തിന് സന്താനങ്ങളുണ്ടാകുമ്പോൾ വാപ്പാക്ക് 6 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാപ്പാക്ക് അത്ര സ്വത്ത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് മരിച്ച ആൾക്ക് മക്കളുണ്ടോ മക്കളില്ലേ എന്നാണ്. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. മക്കളുണ്ടെങ്കിൽ 6. അപ്പോൾ 2 ആളായിട്ടാണ്. നമ്പർ 1 വാപ്പ മയ്യത്തിന് മക്കളുള്ളപ്പോൾ. നമ്പർ 2 വാപ്പാൻ്റെ വാപ്പ മയ്യത്തിന് മക്കളുണ്ടാകുമ്പോൾ. ഓക്കെ. നമ്പർ 3 ഉമ്മാക്ക് എപ്പോഴാണ് 6 കിട്ടുക? ലി മയ്യിത്തിഹ, അവരുടെ മയ്യത്തിനുണ്ട് ദാലിക്ക, നേരത്തെ പറഞ്ഞത്, അതായത് മക്കൾ. ഓ അതത് മിൻ ഇഖ്വത്തിൻ, അല്ലെങ്കിൽ ഒന്നിലധികം സഹോദരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ട് നിങ്ങൾ, 3 ഉമ്മാക്ക് കിട്ടിയപ്പോഴാണ് മയ്യത്തിന് മക്കളുമില്ല, ഒന്നിലധികം സഹോദരങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ എന്നല്ലേ. അപ്പോൾ മക്കളുണ്ടായി, മരിച്ച മയ്യത്തിന് മക്കളുണ്ടാണെങ്കിൽ ഒന്നിലധികം സഹോദരങ്ങളുണ്ടെങ്കിൽ ഉമ്മാക്ക് 6 കിട്ടുള്ളൂ, 3 കിട്ടൂല. അപ്പോൾ എഴുതുക, മയ്യത്തിന് മക്കളുണ്ടാവുകയോ ഒന്നിലധികം സഹോദരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ, ഒന്നിലധികം സഹോദരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഇസ്നാനി ഫാക്കസറ. അപ്പോൾ 3 തീരെ മക്കളില്ല, സഹോദരങ്ങളില്ല, അപ്പോഴും അല്ലെങ്കിൽ ഒരു സഹോദരനുണ്ട്, അപ്പോഴും 3 ഉണ്ടാവുക. ഒന്നിലധികം സഹോദരങ്ങളുള്ള സന്ദർഭത്തിൽ ഉമ്മാക്ക് 6 അല്ലെങ്കിൽ മയ്യത്തിന് മക്കളുണ്ടാകുമ്പോഴും 6 ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. അപ്പോൾ അത്രയായി. നമ്പർ 1, 2, 3. നാലാമത്തത് 4, നമ്പർ 4 ജദ്ദത്ത് പറഞ്ഞാൽ ഉപ്പാൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ ഉമ്മയും പെട്ടു. പിതാവ് വല്ലിമ്മ, ഉമ്മാമ 2 രീതിയിലുണ്ട്. മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ ഉമ്മയും മയ്യത്തിൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും, അവർക്ക് 6 അവ 2 കൂടി ഒന്നായിട്ടാണ് എണ്ണീറ്റുള്ളത്. വൈകുന്നേരത്തെ എത്ര മുകളിലോട്ട് പോയാലും സവാങ്കാന മാഹാവരതൻ അമ്ല, അവർക്ക് മക്കളുണ്ടായാലും മക്കളില്ലെങ്കിലും, വല്യമ്മക്ക് മക്കളുണ്ടായാലും മക്കളില്ലെങ്കിലൊക്കെ, വല്യമ്മ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഉമ്മാമ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ നാട്ടിലെ സൗകര്യം പോലെ നിങ്ങൾ പറഞ്ഞോളൂ. ഉമ്മാമാക്ക് 6 വൈകുന്നേരത്ത് എത്ര മുകളിലോട്ട് പോയാലും, അത് ഉമ്മാൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഉമ്മയാണ്, എത്ര മുകളിലോട്ട് പോയാലുണ്ട്. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, മേലോട്ട് അത്രയും കയറ്റ. ഇതാലും തുതിലി വിദക്കരി ബൈന ഉൻസൈനി, 2 സ്ത്രീകൾക്കിടയിൽ പുരുഷനെ കൊണ്ട് ആ ഉമ്മ മയ്യത്തിലേക്ക് അടുക്കാത്തപ്പോൾ. ഉമ്മാക്ക് എപ്പോഴാണ് 6 കിട്ടുക? ഇല്ലം തുതിലി, ഈ ജദ്ദത്ത് അടുക്കാതിരിക്കുമ്പോൾ, മയ്യത്തിലേക്ക് അടുക്കാതിരിക്കുമ്പോൾ, വിദക്കിരൻ ഒരു പുരുഷൻ മുഖേന, ബൈനസിനി ഉൻസൈനി 2 സ്ത്രീകൾക്കിടയിൽ. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ പറയണം, ഫൈൻ അതിലത്ത് ബിഹി. അപ്പോൾ ഈ ജദ്ദത്ത് അടുത്തു, ബിഹി ഈ പുരുഷനെ കൊണ്ടാണ്, ഇടയിൽ പുരുഷനെ കയറ്റിക്കൊണ്ടാണ് മയ്യത്തിലേക്ക് അടുക്കുന്നതെങ്കിൽ, ഉദാഹരണം ഉമ്മി അബി ഉമ്മിൻ, ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഉമ്മ. ഉമ്മാൻ്റെ ഉമ്മയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മ എന്ന് വന്നപ്പോൾ അത് പറ്റില്ല. ഉമ്മാൻ്റെ ഉമ്മയാണെങ്കിൽ പറ്റും, ഉമ്മാൻ്റെ എത്ര മേലോട്ട് പോയാലും പറ്റും. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മ എന്ന് വരുമ്പോൾ എന്തായി? ഈ വല്യമ്മ പുരുഷനെ കൊണ്ടാണ് മയ്യത്തിലേക്ക് കിടക്കുന്നത്. ഏത് പുരുഷൻ? ബൈനുസ്നൈനി, ഉൻസയൈനി. ഉൻസ പറഞ്ഞ പെണ്ണ്,
രണ്ട് സ്ത്രീകൾക്കിടയിൽ ഒരു പുരുഷൻ കയറി വന്നിട്ടാണ് നടക്കുന്നതെങ്കിൽ ലം തരിസ്, അനന്തരം കിട്ടൂല. ബി ഹുസൂസിൽ ഖറാബ, കുടുംബം എന്ന പ്രത്യേകതയെ കിട്ടൂല. അത് വല്ലർഹാമു എന്ന രീതിയിലാണ് കിട്ടുക. ഉപ്പാൻ്റെ ഉമ്മാക്ക് സ്വത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചിത വിഹിതമല്ല, ദവുല്ലർഹാം എന്ന വിഹിതം ഉണ്ടാവുള്ളൂ. അത് അപൂർവമായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ശരിക്കും മനസ്സിലാക്കുക, ജദ്ദത്ത് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മ എന്നാണ് അർത്ഥം, അല്ല വല്യമ്മ എന്നാണ് അർത്ഥം. അത് രണ്ട് രീതിയിലുണ്ട്, ഉപ്പാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മ. അത് ഞാൻ അത്ര മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല. അതെങ്ങനെ മുകളിലോട്ട് പോകുക? ഉമ്മാൻ്റെ ഉമ്മ അങ്ങനെ അവിടെ പോയി. ഇനി ഉപ്പാൻ്റെ ഉമ്മ രണ്ട് രീതിയിൽ വരും, ഇടയിൽ പുരുഷൻ വരാത്ത രീതിയിൽ. ഉപ്പാൻ്റെ ഉമ്മ അവർക്കുണ്ട്. അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ ഇടയിൽ പുരുഷൻ വരുന്നില്ല, ആ രീതിയിലൊക്കെ. എപ്പോഴാണ് ആറിലൊന്ന് കിട്ടുക? ഇല്ലം തുതിരി, ഉമ്മ അടുക്കുന്നില്ലെങ്കിൽ വിദഗ്ധൻ ഒരു പുരുഷൻ മുഖേന രണ്ട് ഉമ്മമാർക്കിടയിൽ, വൈൻ ഹുസൈനി രണ്ട് ഉമ്മമാർക്കിടയിൽ, വൈൻ അതിലത്ത് ബിഹി. അപ്പോൾ രണ്ട് ഉമ്മമാർക്കിടയിൽ ഒരു പുരുഷൻ എന്ന ഉപ്പാപ്പാനെ കൊണ്ടാണ് അടുക്കുന്നതെങ്കിൽ കൗമി അബി ഉമ്മി ലം തെരീസ് ബി ഹുസൂസിൻ ഖറബ, കുടുംബം എന്ന പ്രത്യേകതയിൽ അനന്തരം കിട്ടൂല. അർഹാം എന്ന രീതിയിൽ കിട്ടുമെങ്കിൽ കിട്ടും. അടുത്തത് അപ്പോൾ ഉപ്പ, വല്യപ്പ, ഉമ്മ, വല്യമ്മ, നാലാളായി. ഇനി 5 ബിന്തു ബിനിൻ ഫാക്സർ അമാ ബിന്തിൻ ഓ ബിന്ത് ബിനിൻ അലാ മിൻഹ വൗഖ്തിൻ ഫാക്സർ അലിയാബിൻ മാ ഉഖ്തിൻ ലിയാബവേനി. ഓക്കെ, അപ്പോൾ 5, 6. ഇപ്പോൾ വാഹിദി മിവരദിലുമ്മി 7 ആളായി, 7ാമത്തെ നമ്പറായി. നമ്മളെ ഈ പകുതി കിട്ടുന്നിടത്തും 3/2 കിട്ടുന്നിടത്തും ആരെ പറഞ്ഞിരുന്നു? മകൻ്റെ മകളെ പറഞ്ഞിരുന്നു, മകളെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇവരൊക്കെ ഒറ്റക്കാവുമ്പോഴാണ് മുൻഫരിദാത്തിൻ, മകൾ ഒറ്റക്കാകുമ്പോൾ. അപ്പോൾ പിന്നെ മകൻ്റെ മകൾ വരരുത്, മകൻ്റെ മകൾ ഒറ്റക്കാവുമ്പം, ഉഖ്തുൽ അബവൈനി ഒറ്റക്കാവുമ്പോൾ മുൻഫരിദാത്തിൻ വനിസ്ഫ്. അപ്പോൾ നമ്മൾ പറയാണ് വിട്ടാളേ, ഇനി പുതിയതായിട്ട് തന്നെ മനസ്സിലാക്കാം, ഇനി പഴയ നമുക്ക് കെട്ടിക്കൂട്ടണ്ട. ബിന്തി ബിനിന് 6 കിട്ടും. ഫാക്സറ മകൻ്റെ മകൾ 1 ഫാക്സറ 1-ലധികമോ മകൻ്റെ മകൾക്ക് 6 കിട്ടും. മാ ബിന്തിൻ മകളെ കൂടെയോ, ഓ ബിന്ത് ബിനിൻ അല്ലെങ്കിൽ മകൻ്റെ മകളെ കൂടെയോ. അയല മിൻഹ മകൻ്റെ മകളേക്കാളും മുകളിലുള്ള മകൻ്റെ മകളോട് കൂടെ 6 കിട്ടും. ആദ്യം പറഞ്ഞു നോക്കുക, ബിന്ത് ബിനിൻ മകൻ്റെ മകൾക്ക് 1 2 ആവട്ടെ, നമ്പർ കേട്ടോ, മകൻ്റെ മകൾ എഴുതിക്കോ. മകളെ കൂടെയോ അവരേക്കാൾ മുകളിലില്ല മകൻ്റെ മകളെ കൂടെയോ വരുമ്പോൾ എന്ന്. അങ്ങനെ 6 വിഹിതം മകൻ്റെ മകൾക്ക്. അതിൻ്റെ വിശദീകരണം കൊടുക്കുക. മകളുടെ കൂടെയോ മുകളിലുള്ള മകൻ്റെ മകളെ കൂടെയോ വരുമ്പോൾ. അപ്പോൾ മകളെ കൂടെ വരുമ്പോൾ മകൻ്റെ മകൾക്ക് 6 ഉണ്ടാവുള്ളൂ എന്ന്. കാരണം മകൻ്റെ മകൾക്ക് നമ്മൾ നേരെ പകുതി പറഞ്ഞിരുന്നു നേരത്തെ, ഒരാളാണെങ്കിൽ. 2 ആളാണെങ്കിൽ 3/2 പറഞ്ഞിരുന്നു. അത് ഒറ്റക്കാവുമ്പോഴാണ്. പക്ഷെ ഇനി ഒരാൾ മരിച്ചപ്പോൾ മകളുണ്ട് മകൻ്റെ മകളുണ്ടെങ്കിലോ അവിടെ 6 കിട്ടുള്ളൂ മകൻ്റെ മകൾക്ക്, മകൾക്ക് പകുതിയും കൊടുക്കും. അങ്ങനെയാണ് നിയമം. ഒരാൾ മരിച്ചപ്പോൾ മകളുണ്ട് മകൻ്റെ മകളുണ്ട് നിൽക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഉണ്ടാവില്ല, ഒറ്റക്കാവുമ്പോഴേ ഒക്കെ അവർക്ക് കിട്ടുള്ളൂ. മകൾക്ക് പകുതി, പിന്നെ മകൻ്റെ മകൾക്ക് 6 കിട്ടുക. അല്ലെങ്കിൽ മുകളിലുള്ള മകൻ്റെ മകളോട് കൂടെ എന്നൊരു പ്രയോഗമുണ്ട്. മകൻ്റെ മകളും, മകൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഇനി മകൻ്റെ മകൾക്കും ഉണ്ട് കേട്ടോ, അത് എത്ര താഴോട്ടും പോകാം. മകൻ്റെ മകൾക്കും ഉണ്ട് 6. ഔ ബിന്തി ബിനിൻ അല്ലെങ്കിൽ മകൻ്റെ മകളോട് കൂടെ അലാ മിൻഹ അവരേക്കാൾ മുകളിലുള്ള. അപ്പോൾ ഉദാഹരണത്തിന് ഒരു മകൻ്റെ മകളുണ്ട്, മകൻ്റെ മകളുണ്ട് എന്നർത്ഥം. അപ്പോഴല്ലേ മുകളിലുള്ള മകൻ്റെ മകൾ വരിക. എഴുത്. ഒരാൾ മരിച്ചു, മുഹമ്മദ് മരിച്ചു. അനന്തരാവകാശികൾ 1 മകൻ്റെ മകൾ. എഴുത്. മകൻ്റെ മകൾ
രണ്ടാമത്തെ അവകാശി മകൻ്റെ മകൾ. അപ്പോൾ അവിടെ മകൻ്റെ മകൾക്ക് പകുതി കൊടുക്കും, മകൻ്റെ മകൾക്കോ 1/6 കൊടുക്കും. കാരണം അയില എന്ന് പറയുന്നുണ്ട് അവരുടെയും മുകളിലുള്ള മകൻ്റെ മകൾ. അപ്പോൾ അങ്ങനെ 2 തട്ടിൽ വരുമ്പോഴാണ് ആ പറയുന്നത്. മകൻ്റെ മകളും മകൻ്റെ മകനും വന്ന ഹസ്ബേണ് നേരത്തെ പറഞ്ഞിരിക്കണല്ലോ. അപ്പം ഇനി ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എഴുതിയില്ലേ, മകൻ്റെ മകൾ വന്നു, അല്ല മകൻ്റെ മകൾ എന്ന് വെക്കണം അവിടെ അർത്ഥം, ബിന്ത് ബിൻ എന്നിടത്ത്. ഈ ഉദാഹരണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മകളെ കൂടെ മകൻ്റെ മകൾക്ക് എത്ര ഉണ്ടാവുക? 1/6. ഇനി പറയുന്നത് മകൻ്റെ മകളോടുകൂടെ മുകളിലുള്ള മകൻ്റെ മകളോടുകൂടെ മകൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അവിടെ താഴോട്ട് പോയി മകൻ്റെ മകളും മകൻ്റെ മകളുമായി മാറി. അങ്ങനെ വരുമ്പോൾ മകൻ്റെ മകൾക്ക് പകുതി, മകൻ്റെ മകൾ താഴെയാണല്ലോ, ഒരാൾ മുകളിലാണല്ലോ, 1/6. ഇനി അടുത്ത നമ്പർ കേട്ടോ, 7ാമത്തെ നമ്പറായിരിക്കുമല്ലേ, അല്ല 6ാമത്തെ നമ്പറായിരിക്കും. ഉഖ്തിൻ ഫഅക്സറ ലിഅബിൻ, ഒന്നിലധികമോ പിതാവത്ത സഹോദരി, ഒന്നിലധികം പിതാവത്ത സഹോദരി 6 കിട്ടും. ആരെ കൂടെ വരുമ്പോൾ അവിടെയാണ് വിശദീകരണം. മാ ഉഖ്തി ലിഅബവൈനി, മാതാവും പിതാവും മൊത്ത സഹോദരനോടൊപ്പം. അപ്പോൾ ഒരാൾ മരിച്ചു, മാതാവും പിതാവും മൊത്ത സഹോദരി നമ്പർ 1, പിതാവത്ത സഹോദരി. എങ്ങനെ ഒരേക്കുക? മാതാവും പിതാവത്ത സഹോദരിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരാളാണെങ്കിൽ എത്ര ഉണ്ട്? പകുതി ഉണ്ട്. ഒന്നിലധികമാണെങ്കിൽ 3/2 ഉണ്ട്. ബാക്കി 6 പിതാവത്ത സഹോദരിക്ക്, 1,000, 2,000, 3,000 ഒക്കെ. 7ാമത്തെ നമ്പർ വാഹിദി മിൻ വലദി ഉമ്മിൻ, ഉമ്മത്ത ഒരു സഹോദരി, ഉമ്മത്ത ഒരു സന്തതി. വാഹിദും മിൻ വലദി ഉമ്മിൻ എന്നാണ്. ഉമ്മത്ത ഒരു സഹോദരിയോ സഹോദരനെയോ, ഉമ്മത്ത സഹോദരനും സഹോദരിയും ഒരാൾ. ഒന്നിലധികം ഉണ്ടെങ്കിൽ 3/1 ഉണ്ട് നേരത്തെ പറഞ്ഞിരുന്നത്. അക്കറം കാന വയറും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 6/1 വീതക്കാർ സുദുസുൻ. 6 ഫർദു സുബഹത്തിന് 7 പേരുടെ വീതമാണ്. ലിഅബിൻ 1 വാപ്പ. എഴുതിയില്ലേ? മയ്യത്തിന് മക്കളുണ്ടാകുമ്പോൾ നിന്ന് എഴുതിയില്ലേ? നമ്പർ 2 ജദ്, വാപ്പാൻ്റെ വാപ്പ, മരിച്ച മയ്യത്തിന് മക്കളുണ്ടാകുമ്പോൾ ഉപ്പാപ്പാക്ക് 6 കിട്ടും, ഫറവും വാരിസ്. നമ്പർ 3 ഉമ്മക്ക് എപ്പോഴാണ് 6/1? ലി മയ്യത്തിഹ ദാലിക്ക ഔ ആദദു മിൻ ഇഖ്വത്തി, മയ്യത്തിന് മക്കളുണ്ടാകുമ്പോഴും ഒന്നിലധികം സഹോദരങ്ങൾ ഉണ്ടാകുമ്പോഴും. മയ്യത്തിന് മക്കളുണ്ടാകുമ്പോഴും മയ്യത്തിന് ഒന്നിലധികം സഹോദരങ്ങൾ ഉണ്ടാകുമ്പോഴും. ജദ്ദത്തിൻ. അടുത്ത നമ്പർ വല്യമ്മ, ബ്രാക്കറ്റിൽ ഉപ്പാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ. ഏത് കുഴപ്പമായാലും കുഴപ്പമില്ല, അതിൻ്റെ ഇടയിൽ പുരുഷന്മാരെ കൂട്ടരുത് മാത്രം. അടുത്ത നമ്പർ ബിന്ത് ബിനിൻ ഫഅക്സറമായ ബിന്തി, മകൻ്റെ മകൾ. നമ്പർ എത്ര? 4, 5 അല്ലേ? 5. നമ്പർ 5 1 മകൻ്റെ മകളുടെ കൂടെ. ഓക്കെ, നമ്പർ 5 2 ഉണ്ട്, ഒരു ബിയും കൂടി ഇടുക. മകൻ്റെ മകൾ, മകൻ്റെ മകളെ കൂടെ, അങ്ങനെ ഇല്ല. നമ്പർ 5 ബി. അടുത്തത് 7ാമത്തേത് വാഹിദിൻ വലദി ഉമ്മൻ, ഉമ്മത്ത ഒരു സഹോദരിയോ സഹോദരനോ. ഓക്കെ, അപ്പോൾ 7 ആളായി. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ, മുത്തഖീങ്ങളെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.